ഹായ്, ഞാൻ ഡോക്ടർ അക്ഷയ് വി കെ. മൈഗ്രെയിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കൂടുതലും ചെറുപ്പക്കാരിലും അതുപോലെ തന്നെ ഒരു മധ്യവയസ്സെത്തിയവരിലും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തലവേദന മൈഗ്രെയിനായിട്ട് മിക്കപ്പോഴും ഡയഗ്നോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മൈഗ്രെയിൻ കാരണം നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടെ തലവേദന വരികയും അതുപോലെ തന്നെ നമുക്ക് ഓക്കാനം, ഛർദി, അതുപോലെ തന്നെ വെളിച്ചം കാണുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ശബ്ദം കേൾക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ചിലപ്പോൾ നന്നായിട്ട് ദേഷ്യം വരിക, ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്. അപ്പോൾ ഈ മൈഗ്രെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് വർക്കിനെ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അത് നന്നായിട്ട് ബാധിക്കും. നമുക്കൊരു പ്രത്യേക ജോലി കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. ഈ തലവേദന വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. പെട്ടെന്ന് തലവേദന വരുമ്പോൾ നമുക്ക് അതിൻ്റെ അനാൽജസിക്സ്, വേദന സംഹാരികൾ ചിലപ്പോൾ കഴിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ചിലപ്പോൾ ആ തലവേദന പോകുള്ളൂ. ചില ആൾക്കാരിൽ അത് ഉറങ്ങിയാലും പോകും. അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി തന്നെ നമ്മൾ സമയത്തിന് ഭക്ഷണം കഴിച്ചിരിക്കണം. അതായത് എപ്പോഴാണോ നിങ്ങൾ കഴിക്കുന്നത്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഒരു സമയത്താണെങ്കിൽ ആ സമയത്ത് തന്നെ കഴിക്കാൻ നോക്കുക. മീൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കാൻ നോക്കുക. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ലഞ്ച് സ്കിപ്പ് ചെയ്യുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. സമയത്തുള്ള ഭക്ഷണമാണ് ആദ്യത്തെ പോയിന്റ്. പിന്നെയുള്ളത് സമയത്തുള്ള ഉറക്കം. ഉറങ്ങിയില്ലെങ്കിലും ഈ മൈഗ്രെയിൻ ട്രിഗർ ആവാൻ വളരെയധികം സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഉറക്കം ഇളച്ചിരുന്നാലും, ഇപ്പോൾ ചില കുട്ടികൾ പഠിക്കുമ്പോൾ ഓൾറെഡി ടെൻഷൻ ഉണ്ടാകും, അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് ഉറക്കം കളഞ്ഞ് പഠിക്കുന്ന സമയത്തും ഇതുപോലെ മൈഗ്രെയിൻ ട്രിഗർ ആവാറുണ്ട്. പിന്നെയുള്ളത് നന്നായിട്ട് വെള്ളം കുടിക്കുക. ഡീഹൈഡ്രേഷനും മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ ചിലർക്ക് ചില പെർഫ്യൂമിൻ്റെ സ്മെല്ലുകളൊന്നും പിടിച്ചില്ല എന്ന് വരാം. അത് സ്മെല്ല് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മൈഗ്രെയിൻ ട്രിഗർ ആവും. പിന്നെയുള്ളത് കൂടുതൽ ദൂരത്തേക്കുള്ള യാത്ര ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് വെള്ളം ഇടയ്ക്കിടെ കുടിക്കണം. മിക്കവരും ടോയ്ലറ്റിൽ പോകേണ്ട ബുദ്ധിമുട്ട് കാരണം ആ വെള്ളം കൂടി ഒഴിവാക്കുന്നതാണ് കൂടുതലായും കണ്ടുവരാറുള്ളത്. അതാണ് നമുക്ക് യാത്രയിൽ ചിലപ്പോൾ മൈഗ്രെയിൻ ട്രിഗർ ആവാനുള്ള ഒരു കാരണം. പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതിൽ വരുന്നതാണ് ഒന്ന് ചോക്ലേറ്റ്, ഐസ്ക്രീം, മറ്റ് ബേക്കറി പദാർത്ഥങ്ങൾ. ഇതെല്ലാം തന്നെ അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. മിക്ക ആൾക്കാർക്കും ചിലപ്പോൾ ഇത് കഴിച്ചാലെല്ലാം മൈഗ്രെയിൻ ട്രിഗർ ആവാറുണ്ട്. ഇതെല്ലാം തന്നെ ചെയ്തിട്ടും നിങ്ങൾക്ക് മൈഗ്രെയിൻ കൺട്രോൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായ പ്രൊഫൈലാക്സിസ് എടുക്കേണ്ടതാണ്. ഡോക്ടർ പറയുന്ന അത്രയും ഡ്യൂറേഷനിൽ ആ പ്രൊഫൈലാക്സിസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ മൈഗ്രെയിൻ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.